നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇത് ബിടെക്കുകാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. കാരണം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുകയും ബിടെക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ബിടെക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാനും ബിടെക്ക് പഠിപ്പിച്ച ഒരു അധ്യാപകനായതുകൊണ്ട് ഉറപ്പായിട്ടും അത് എൻ്റെയുടെ ഒരു ഉറച്ച തീരുമാനമാണ്. ഇപ്പോഴത്തെ ബിടെക്കിൻ്റെ ശോകമായ അവസ്ഥ, K2വിൻ്റെ ശോകമായ അവസ്ഥ. എന്തായാലും എല്ലാ ബിടെക്കിലെ കുട്ടികളും ഇത് നിർബന്ധമായിട്ടൊന്ന് കണ്ടിരിക്കുക. ബിടെക്കിലോട്ട് ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ചേരാൻ പോകുന്ന കുട്ടികളും ഒന്ന് കണ്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രം. ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ള, ഇനിയും എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബിടെക്കിൻ്റെ വീഡിയോസ് ചെയ്യും. കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഒരു കുട്ടിക്കല്ല 10,000 കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നെങ്കിൽ നല്ലതാകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ബിടെക് എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ കേരളത്തിലെ, ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ എൻജിനീയറിംഗ് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ്. നന്നായിട്ട് പഠിക്കാനുണ്ട്. കഠിനമായിട്ട് അധ്വാനിച്ച് പഠിച്ച് നല്ല എൻജിനീയർമാരായിട്ട് തീരാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കില്ലുള്ളവർ നല്ല നല്ല ജോലികളിലേക്കൊക്കെ പ്രവേശിക്കുന്നുണ്ട്. ഇപ്പോൾ മെക്കാനിക്കലായാലും സിവിലായാലും CS കമ്പ്യൂട്ടറായാലും EEE ആയാലും ഒക്കെ. പക്ഷേ ഇതിനൊരു മാറ്റം വന്നത് 2015-ലാണ്. 2015-ൽ KTU എന്ന് പറയുന്ന കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വന്നപ്പം ഒരു സ്ട്രക്ചർ ഇല്ലാത്ത, നമ്മൾ പറയത്തില്ലേ വീടിന് മേൽക്കൂരയില്ല, അന്നേരം പിന്നെ പോയില്ലേ, അത് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത, ഒരു രീതിയിലും ഒരു മുൻധാരണകളും ഇല്ലാതെ ചുമ്മാതൊരു യൂണിവേഴ്സിറ്റി തുടങ്ങി സത്യം പറഞ്ഞാൽ പാവം പിടിച്ച കുട്ടികളെ വെള്ളത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് ആദ്യം തുടങ്ങി വെച്ചത് 2015-ൽ. ആ വർഷം ഞാനും ഒരു കോളേജിലെ അധ്യാപകനായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അന്നേരം എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ വർഷത്തെ വിജയ ശതമാനം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഏകദേശം 37% ഉള്ളൂ. 2015-ലെ ബിടെക്കിൻ്റെ K2വിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ വിജയ ശതമാനമാണ് 37%. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 37 കുട്ടികൾ ജയിക്കുകയും 63 കുട്ടികൾ തോക്കുകയും ചെയ്യുക. എന്നിട്ട് എന്തൊരു മോശമായ അവസ്ഥയാണെന്ന് ആലോചിക്കുക. 63 കുട്ടികൾ തോറ്റു. അന്നേരം അതോടുകൂടി എന്ത് ചെയ്തു, ആ വർഷമൊക്കെ എനിക്കറിയാം പല കുട്ടികളും ഇത് ഡ്രോപ്പ് ചെയ്തു. തോറ്റ കുട്ടികളിൽ 90% പേരും ഡ്രോപ്പ് ചെയ്തു. ബിടെക് വിട്ടിട്ട് അന്ന് ആ സമയത്ത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ വേറെ വല്ലയിടത്തുമൊക്കെ അല്ലെങ്കിൽ വേറെ കോഴ്സിനുമൊക്കെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ ഒരു സ്ട്രക്ചറില്ല, സിലബസിനൊരു സ്ട്രക്ചറില്ലായ്മയൊക്കെ കൊണ്ടായിരുന്നു അന്ന് ഫുൾ പാളിച്ചകൾ വന്നു. എനിക്ക് രണ്ടാമത്തെ പാളിച്ച തോന്നിയത് അധ്യാപകരിലാണ്. ഞാനിത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയല്ല, എന്നാലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു 50% അധ്യാപകരും പേരിന് സാലറി മേടിക്കാൻ വരുന്നവർ മാത്രമാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചുമ്മാതെ വരുന്നവർ മാത്രമാണ്. കഷ്ടപ്പെടുന്ന കുറേ ഗസ്റ്റ് അധ്യാപകരെ കൊണ്ട് ഇവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിതൊക്കെ ശരിക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്തൊരു അധ്യാപകനാണ്. കാരണം സ്ഥിരം സാലറി കിട്ടുന്നു, അവർക്ക് ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടുന്നു, അവർക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. 2015-ന് മുമ്പേയും ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ കൂടി കുറച്ചുകൂടെ അധ്യാപകർക്ക് കുറച്ചുകൂടെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഡെഡിക്കേഷനുള്ള അധ്യാപകരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ഡെഡിക്കേഷൻ കുറഞ്ഞ അധ്യാപകരാണ് ഇപ്പം കൂടുതലും. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമേ ഉള്ളൂ അവർക്കത് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് കോളേജിൽ അധ്യാപകർ കുറച്ചുകൂടെ നന്നാകുന്നത്. ഗവൺമെൻറ് കോളേജിലെ ഏറ്റവും ടോപ്പ് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ പോലും വളരെ മോശമാണ്. ഈ പറഞ്ഞ ഏറ്റവും ടോപ്പായിട്ടുള്ള IIT പോലും ഇപ്പം അധ്യാപകരുടെ വളരെ മോശം പെർഫോമൻസുകളൊക്കെ നമ്മളിപ്പം കേട്ട് വരുന്നതുകൊണ്ട്, അന്നേരം അധ്യാപകരുടെ മോശമായിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ് എടുക്കാൻ വരുന്നില്ല. ക്ലാസ്സുകളിൽ ഈ പണ്ടാണെങ്കിൽ ഈ കുട്ടികളെല്ലാം ലൈബ്രറിയിൽ പോയിരുന്ന് ഈ ടെക്സ്റ്റുകളെല്ലാം വായിച്ച് പോയിൻ്റെല്ലാം നോട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ആ കുട്ടികൾ +1 +2 ഒക്കെ സ്പൂൺ ഫീഡിങ് പോലെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ചെയ്യുന്ന അവർ ലൈബ്രറി ഏതാണെന്ന് പോലും പല കുട്ടികൾക്കും അറിയത്തില്ല. പക്ഷേ അതനുസരിച്ച് അധ്യാപകനാണല്ലോ നമ്മൾക്ക് മുന്നോട്ടുള്ള വിളക്ക് കത്തിച്ച് മുന്നോട്ട് നയിക്കേണ്ട അധ്യാപകർ ഒരു 50% എന്നല്ല 75% പരാജയമാണ്. വളരെ കുറച്ച് വിരലെണ്ണാവുന്ന അധ്യാപകരെ നമ്മുടെ മനസ്സിൽ
കോളേജുകളിൽ പഠിപ്പിക്കുന്നതിൽ എല്ലായിടത്തും ഒരുപോലെ ആണെങ്കിൽ പോലും കോളേജിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ മേടിക്കുന്ന സാലറി അതുപോലാണ്. അതെനിക്ക് വലിയ പോരായ്മയായിട്ട് തോന്നി. ഇപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ 2024 എങ്ങാണ്ട് വിജയ ശതമാനം ഗൂഗിളിനകത്ത് ഇതെല്ലാം വ്യക്തമായിട്ടുണ്ടല്ലോ, 47 വിജയ ശതമാനം. 47, അതായത് 50 പേര് പോലും 100 പേര് എഴുതിയാൽ 50 പേര് പോലും ജയിക്കുന്നില്ല, 47 പേരെ ജയിക്കുന്നുള്ളൂ, 53 പേര് തോക്കുക. അന്നേരം ഇനിയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങ് വിട്ടുപോവാണ്. തമിഴ്നാടും ബാംഗ്ലൂരും പണ്ട് പോകുന്ന സ്ഥാനത്ത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോവാണ്. പക്ഷെ അവിടെ രാജ്യങ്ങളിൽ പോകുമ്പം നിങ്ങൾക്ക് തെറ്റായ ഒരു ധാരണ എന്ന് പറയുന്നത്, പലരും ജർമ്മനിയോ അല്ലെങ്കിൽ കാനഡയോ UK ഒക്കെ എടുക്കുമ്പം ഈ ഒരു റെക്കഗ്നൈസ് ഇല്ലാത്ത കോളേജിൽ പോയി ചേരുകയും ചെയ്യും. ഇവിടുന്ന് ഇല്ലേ പേടിച്ചോടി അവിടെ പോയി കാണുന്ന അതിനെക്കാട്ടി വലിയ സംഭവത്തിൽ ചെന്ന് കുഴി ചാടുന്ന പോലെ. അന്നേരം അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുത്തിട്ട് വേണം അവിടെ പഠിക്കാൻ പോകാൻ, അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. പിന്നെ നമുക്ക് ജോലി സാധ്യത വരുമ്പോഴാണ് വളരെ പ്രശ്നം വരുന്നത്. പിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ കോളേജിൽ നേരിടുന്നത്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്യാമ്പസ് സെലക്ഷനാണ്. ക്യാമ്പസ് സെലക്ഷൻ വളരെ 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 കുറഞ്ഞു. IIT പോലും വളരെ കുറഞ്ഞു. സാധാരണ കോളേജുകളിൽ ഇപ്പം CS-നാണ് അത്യാവശ്യം കുട്ടികളുള്ളത്. ബാക്കി മെക്കാനിക്കലിനായാലും സിവിലിനായാലും ട്രിപ്പിൾ എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ശോകമായ അവസ്ഥ. പല കോളേജുകളിലും ട്രിപ്പിളിക്കൊന്നും പഠിക്കാൻ കുട്ടികളില്ല. അന്നേരം ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഇൻഫോസിസോ വിപ്രോയോ TCS പോലുള്ളവരൊക്കെ വളരെ പരിമിതമായ കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. മെക്കാനിക്കൽ പഠിക്കുന്നവർക്ക് ആ ട്രേഡിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. അതാണ് അന്നേരം നിങ്ങൾ കുട്ടികളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എൻജിനീയർ ആകണം എന്ന് വീട്ടുകാർ പറഞ്ഞോ ബന്ധുക്കൾ പറഞ്ഞോ അല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. സ്കില്ല് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് അതിനൊരു പാഷനും സ്കില്ലും ഉണ്ടെങ്കിലേ നിങ്ങൾ എൻജിനീയറിംഗ് എടുക്കുകയും ചെയ്യാവുള്ളൂ. കാരണം കേരളത്തിൻ്റെ അവസ്ഥ അത്രയും ശോകമാണ്. യൂണിവേഴ്സിറ്റി മോശമാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെ പല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ പഠിപ്പീരിൻ്റെ, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിൽ എടുത്ത് നമുക്ക് പറയാം, അത് സർക്കാരായിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ, അധ്യാപകരുടെ പെർഫോമൻസ് വൈസ് വളരെ, കാരണം അവരെ ആരും ചോദ്യം ചെയ്യാനില്ല. അവർ ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നവരാണ്, അതുകൊണ്ട് അവരാരും ചോദ്യം ചെയ്യാനില്ല. അന്നേരം ഇതുകൊണ്ടൊക്കെ കുട്ടികളുടെ ഗ്രാഫ്, അതായത് പെർസെൻറ്റേജ്, തോൽവിയുടെ പെർസെൻറ്റേജ് കൂടത്തേ ഉള്ളൂ ഇനിയും വരും വർഷങ്ങൾ. ഇതൊന്നും നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും റിസൾട്ടൊക്കെ ഒപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം പ്രൈവറ്റ് എഞ്ചിനീയറിംഗ്, കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ കോളേജിൽ പേപ്പർ നോക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അന്നേരം നിങ്ങൾ മാക്സിമം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ CS-ഓ മെക്കാനിക്കലോ ഒക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. അല്ലാതെ സിവിലിന് പോലും അല്ലെങ്കിൽ ട്രിപ്പിളിക്ക് പോലും സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ കാണുന്ന 4th സെം അല്ലെ 4th ഇയറുകാരോ അല്ലെങ്കിൽ 3rd ഇയറുകാരോ 2nd ഇയറുകാരോ ഇപ്പോൾ കയറിയിട്ടുള്ളവർക്കോ ഇത് ചിലപ്പം പ്രയോജനപ്പെടണമെന്നില്ല. പക്ഷേ ഇനിയും വരാൻ പോകുന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ഒരു കോളേജ് സെലക്ട് ചെയ്യാനും. വളരെ ശ്രദ്ധിച്ച് വേണം, അത് എടുത്തു പറയുന്നത്, വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യാനും. കാരണം അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് വേണം. അവിടുത്തെ പഠനം നിലവാരം എങ്ങനെ ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം. അല്ലാതെ പണ്ടത്തെ പേര് വെച്ചൊന്നും ഒരു കോളേജിൽ നിങ്ങൾ പോയി ചേരരുത്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നല്ല കോഴ്സ് എടുത്ത് പഠിക്കാൻ ഇനിയുള്ള കുട്ടികളെങ്കിലും പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ BTechൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ സഫർ ചെയ്യുന്ന എന്തൊക്കെ ഇഷ്യൂസാണ്, അത് KTUവിൻ്റെ ആയിക്കോട്ടെ, നമുക്കൊരു ചാനലുള്ളതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പറയാൻ റൈറ്റ് ഉണ്ട്. നമുക്ക് പറയാം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളും ഉറപ്പായിട്ടും ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയുക. നമുക്ക് ഉറപ്പായിട്ടും അത് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ചെയ്യാം. അതിന് സന്തോഷമേ ഉള്ളൂ. കാരണം 2014 15 ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കോളേജിൽ അധ്യാപകനായിട്ടിരുന്നുകൊണ്ട് വ്യക്തമായിട്ടറിയാം. അന്നേരം നമുക്ക് 100% ഡെഡിക്കേഷനിൽ വർക്ക് ചെയ്തൊരു അധ്യാപനം. അന്നേരം ഈ വീഡിയോ ചെയ്യുന്നത് BTechകാർക്ക് വേണ്ടിയാണ്. ഇനി അങ്ങോട്ട് BTechകാർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. നല്ലതെന്ന് കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്.